ഈ റെഡ് ലൈൻ എങ്ങനെ വന്നെന്ന് എനിക്ക് കണ്ടുപിടിക്കണം എന്നിങ്ങനെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത്. നമ്മുടെ കങ് പഠിക്കുന്ന അതേ സ്കൂളിലേക്ക് നമ്മുടെ ഷിന്നിനെയും വരാൻ പറഞ്ഞു കാണും. എന്നിട്ട് ആ മെസ്സേജിനകത്ത് നിനക്ക് കാണാൻ പറ്റുന്ന ആ റെഡ് ലൈൻ എനിക്കും കാണാൻ പറ്റും. ഇപ്പൊ കങ്ങും അടുത്ത ദിവസം സ്കൂളിലേക്ക് വരുമ്പോഴാണ് ആ ബുള്ളി ഗാങ്ങിന്റെ ലീഡറായ ഹിയോങ് എന്ന് പറയുന്ന കൊച്ച് നമ്മുടെ കങ്ങിനെയും വേറെ ഒരു പയ്യനെ കുറിച്ച് ബോർഡ് ഫുള്ള് എഴുതി വെച്ചേക്കുന്നത്. നമ്മുടെ കങ് ഇതിനു മുമ്പ് മോഷ്ടിക്കാൻ ചെന്നപ്പോ അവിടെ അവൾ ഒരു പയ്യനെ നോക്കി നിന്ന് കാണും. ആ പയ്യനെയും കങ്ങിനെയുമാണ് ചേർത്ത് അവള് എന്തൊക്കെയോ എഴുതി വെച്ചേക്കുന്നത്. ഇതെല്ലാം ബുള്ളിയായ ഹിയോങ് അറിഞ്ഞത് ഇതിനു മുമ്പ് അവളുടെ ലോക്കർ ഒട്ടിച്ചപ്പോ അതിനകത്തൊരു ലവ് ലെറ്റർ ഉണ്ടായി കാണും. ഇപ്പൊ ഇതെല്ലാം കണ്ട് നമ്മുടെ കങ്ങും ദേഷ്യപ്പെട്ട് നേരെ ചെന്ന് ഹിയോങ്ങിനെ അങ്ങ് അടിക്കും. പക്ഷെ നമ്മുടെ ഹിയോങ് ആണെങ്കിൽ കങ്ങിനെ പിടിച്ചു മാറ്റി നമ്മുടെ കങ്ങിനെ അങ്ങ് അടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ടീച്ചർ ശബ്ദമൊക്കെ കേട്ടിട്ട് അവിടെ വന്ന് നമ്മുടെ ഹിയോങ്ങിനെ പിടിച്ചു മാറ്റുന്നത്. എന്നിട്ട് ടീച്ചറും കങ്ങിനെ ഒറ്റയ്ക്ക് വിളിച്ചോണ്ട് പോയി നീ ഇങ്ങനെ അടിയുണ്ടാക്കിയ നിന്റെ ഭാഗത്ത് ഞാൻ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നിങ്ങനെ ടീച്ചറും അഡ്വൈസ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കങ് പതിയെ പറയുന്നത് ഞാൻ അവളെ കൊല്ലും. പക്ഷെ ഇത് ടീച്ചർ കേൾക്കാത്തതുകൊണ്ട് അവള് പിന്നെയും പറയും ഞാൻ ഇന്ന് വീട്ടിൽ പോയിക്കോട്ടെ എന്നിങ്ങനെ അനുവാദം ചോദിച്ചിട്ട് അവളും വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവളുടെ ലോക്കറിൽ ഒരു കണ്ണാടി ഇരിക്കുന്ന കാണുന്നത്. ഇതേ കണ്ണാടിയായിരിക്കും നമ്മുടെ എക്സ് ബോയ് ഫ്രണ്ടും അവൻ അപ്പുറത്തെ ബിൽഡിങ്ങിലെ ആ പെണ്ണിനെ കൊല്ലാൻ വരുമ്പോൾ ഇട്ടിരുന്നത്. ഇതെന്തോന്നറിയാതെ നമ്മുടെ കങ്ങും ആ കണ്ണാടി എടുത്തോണ്ട് വീട്ടിലേക്ക് പോകും. ഇതേ സമയം നമ്മുടെ ഹാനും പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ആ കേസെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ പോലീസും വന്നിട്ട് പറയുന്നത് നീ എന്നെ അന്ന് ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടോണ്ട് അന്ന് അടി ഫുള്ള് ഞാൻ മേടിച്ച് അന്ന് നീ അത്രയും പെട്ടെന്ന് എവിടെ പോയതാ. അപ്പൊ ഹാനും അതിനെക്കുറിച്ചൊന്നും പറയാതെ ഹാനിന് ഈ കേസിൽ എന്തോ ഒരു ഡൗട്ട് ഉണ്ടെന്ന് പോലീസോട് പറയും. അപ്പൊ പോലീസും പറയും എന്തായാലും നമ്മൾ എക്സ് ബോയ് ഫ്രണ്ടിനെ കൊന്നില്ലേ, അപ്പൊ കേസ് സോൾവ് ആയില്ലേ. ഇത് കേട്ട് ഹാനും പറയും ഇല്ല അവനല്ല ഇതിനെല്ലാം മെയിൻ കാരണം, വേറെ എന്തോ ഒരു സംഭവം ഇതിന് പുറമേ ഉണ്ട് എന്നിങ്ങനെ ഹാനും സംശയിച്ച് നമ്മുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് അവനും അവിടെ പോയി റൂമെല്ലാം നോക്കുമ്പോഴാണ് ആ ചുമന്ന പെയിന്റ് അടിച്ച റൂമും അവൻ ശ്രദ്ധിക്കുന്നത്. അവനും കുറച്ച് തുറച്ചു നോക്കുമ്പോഴാണ് അത് ചുമന്ന പെയിന്റ് അല്ല അതെല്ലാം റെഡ് ലൈൻ ആണെന്ന്. ഇത് കണ്ടിട്ട് അവൻ എന്തോ ഒരു സംശയം തോന്നും. പക്ഷെ ഇതേ സമയം നമ്മുടെ കങ് ആണെങ്കിൽ കണ്ണാടി ഇട്ടുകൊണ്ട് അവളുടെ തലയിൽ എന്തോ ഒരു ലൈൻ പോകുന്നെന്ന് പറഞ്ഞ് അത്ഭുതത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹാനും വീട്ടിലേക്ക് വരുന്നത്. നമ്മുടെ ഹാന്റെ തല കണ്ട ഉടൻ അവൾ പേടിച്ചങ്ങോടും. കാരണം നമ്മുടെ ഹാന്റെ തലയിൽ നിന്ന് ഒരു 100 കൂടുതൽ റെഡ് ലൈൻ കുറെ പേർക്ക് പോകുന്നുണ്ടാവും. അവളിങ്ങനെ പേടിച്ചോടുന്ന കണ്ട് നമ്മുടെ ഹാനൊന്നും മനസ്സിലാവത്തില്ല. അതേസമയം നമ്മുടെ കങ് ഇങ്ങനെ പേടിച്ചോടുന്നത് നമ്മുടെ ഷിന്നും കണ്ടോണ്ടിരിക്കും. കങ് സിറ്റിയുടെ അകത്ത് പോയി എല്ലാവരുടെ തലയിൽ നോക്കുമ്പോഴാണ് അവൾക്ക് ഈ ലൈൻ എന്തുവന്ന് പിടികിട്ടുന്നത്. അതോടെ അടുത്ത ദിവസം നമ്മുടെ കങ് ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഹാൻ കാറിൽ പിന്നെയും കയറാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ കങ് ആണെങ്കിൽ അവന്റെ റെഡ് ലൈൻസ് എല്ലാം കണ്ടിട്ട് അവള് കാറിൽ കയറാതെ ദേഷ്യത്തിൽ അവിടെ നിന്ന് നടന്നു പോകും. അങ്ങനെ സ്കൂളിലെത്തി അവൾ എല്ലാവരുടെയും തല നോക്കുമ്പോഴാണ് ബുള്ളിയായ ഹിയോങ്ങിന്റെ തലയിൽ നിന്ന് വേറെ ആർക്കോ ആ റെഡ് ലൈൻ പോകുന്നത് അവൾ കാണുന്നത്. അവളും ഫോളോ ചെയ്ത് അവിടെ ചെന്ന് നോക്കുമ്പോ അത് കൊറിയൻ പഠിപ്പിക്കുന്ന ടീച്ചറിനും ഹിയോങ്ങിനും തമ്മിലുള്ള ബന്ധം കങ് അറിഞ്ഞ ഉടൻ കങ്ങിന് ചെറിയ സന്തോഷം തോന്നും. അത് കഴിഞ്ഞ് എല്ലാവരും ക്ലാസ്സിൽ പോകുമ്പോഴാണ് നമ്മുടെ ഷിൻ കങ്ങിന്റെ ക്ലാസ്സിൽ തന്നെ ഒരു പുതിയ സ്റ്റുഡന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ടീച്ചറും അവളെ എല്ലാരോടും അവളുടെ പേര് പറയാൻ പറയുമ്പോ നമ്മുടെ ഷിൻ ഒട്ടും മിണ്ടത്തില്ല. അതുകൊണ്ട് ടീച്ചറും അവളെ പോയി ഇരിക്കാൻ പറയും. ഇപ്പൊ സ്കൂളിന്റെ മുകളിൽ നമ്മുടെ ബുള്ളിയായ ഹിയോങ് പിന്നെയും നമ്മുടെ കങ്ങിനെ പിടിച്ച് അടിക്കാൻ നോക്കും. അപ്പൊ നമ്മുടെ കങ്ങും അതിനെ തടഞ്ഞിട്ട് അവൾ ആ സീക്രറ്റിന്റെ കാര്യം പറഞ്ഞ് ഹിയോങ്ങിനെ പേടിപ്പിക്കാൻ നോക്കുമ്പോഴാണ് അതേസമയം നമ്മുടെ ഷിൻ അവിടെ വന്നിട്ട് ബുള്ളി ഹിയോങ്ങിനെ നോക്കി നിർത്താൻ പറയും. ഇത് കേട്ട ഹിയോങ്ങും അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഷിന്നിനെ അടിക്കാൻ പോകുമ്പോഴാണ് ഷിൻ ഹിയോങ്ങിനെ ടൈ പിടിച്ച് ആ ബിൽഡിങ്ങിൽ നിന്ന് അവളെയും പിടിച്ചുകൊണ്ട് താഴേക്ക് ചാടുമെന്ന് പറഞ്ഞ് ഹിയോങ്ങിനെ പേടിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്ത ഉടൻ നമ്മുടെ ഹിയോങ് അങ്ങ് പേടിച്ചു പോകും. ആ സമയം നോക്കി നമ്മുടെ ഷിന്നും പറയും ഇനി നീ കങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, എന്നാലേ ഞാൻ നിന്നെ വിടത്തോള് എന്നിങ്ങനെ പറഞ്ഞ ഉടൻ ഹിയോങ്ങും അതിന് സമ്മതിച്ചിട്ട് അവിടുന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോകും. പക്ഷെ ഇതെല്ലാം കണ്ടിരിക്കുന്ന നമ്മുടെ കങ്ങാണെങ്കിൽ ഷിന്നിന്റെ മോളിൽ ദേഷ്യത്തി എനിക്കിപ്പോ ഹെൽപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് കേട്ട് ഷിന്നും നീ ഇപ്പോഴും എന്റെ മോളിൽ ദേഷ്യത്തിലാണോ, പക്ഷെ എന്തുകൊണ്ടാ ഷിൻ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് നമുക്ക് കാണിക്കുന്നില്ല. ഇതേ സമയം പോലീസ് സ്റ്റേഷനില് നമ്മുടെ ഹാനും എക്സ് ബോയ് ഫ്രണ്ടിന്റെ പോസ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ കണ്ണാടി അവൻ ശ്രദ്ധിക്കുന്നത്. ഇത് കണ്ടിട്ട് അവന് നേരെ സ്കൂളിലേക്ക് വന്ന് നമ്മുടെ ടീച്ചറിനോട് അതിനെക്കുറിച്ച് അങ്ങ് അന്വേഷിക്കും. ടീച്ചർ ആദ്യം വിചാരിക്കും അവൻ കങ്ങിനെ തിരക്കി വന്നയാന്ന്. എന്നിട്ട് ടീച്ചറും കങ്ങിനെ വിളിക്കണമെന്ന് പറയുമ്പോ നമ്മുടെ ഹാനും ഞാൻ ഇവിടെ വന്നെന്ന് പറഞ്ഞ കങ്ങിനും എനിക്കും വഴക്കേ ഉണ്ടാകത്തുള്ളു, അവളെ കാണാതിരിക്കുന്നതാ എനിക്കും നല്ലത് എന്നിങ്ങനെ അവനും എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ച് അന്വേഷിക്കും. അവൻ എപ്പോ തൊട്ടാ കണ്ണാടി ഇടാൻ തുടങ്ങിയെന്നൊക്കെ അവൻ ടീച്ചറിനോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അവിടുന്ന് ഇറങ്ങി പോകുമ്പോഴാണ് കങ്ങും ഹാൻ ഇങ്ങനെ ഇറങ്ങി പോകുന്ന അവൾ കാണുന്നത്. എന്നിട്ട് അവളും പറയും ഈ പൊട്ടൻ എന്താ ഇവിടെ. അത് കഴിഞ്ഞ് ഹാനും ഒരു ബാറിൽ ചെന്നിട്ട് എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ച് അവിടെ അന്വേഷിക്കും. അപ്പോഴാണ് എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോ കണ്ടിട്ട് ഈ ഫോട്ടോക്കകത്ത് അവന്റെ കണ്ണാടി ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ച് അവൻ പറയാൻ തുടങ്ങും. അവൻ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കത്തേ ഉള്ളു. പക്ഷെ ഈ ഇടയ്ക്ക് അവനിങ്ങനെ ഓരോരുത്തരെ നോക്കി 1 2 3 എന്നിങ്ങനെ എണ്ണാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം എണ്ണി ഒരാളുടെ ഇരുന്ന് അടിയും മേടിച്ച്. അതിനുശേഷം പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല. ഇതേ സമയം നമ്മുടെ കങ് ആണെങ്കിൽ നമ്മുടെ ഹിയോങ്ങിനെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ കൊറിയൻ ടീച്ചറും ഹിയോങ്ങും കൂടി ഒരു ഹോട്ടലിലേക്ക്
പോകുന്നത് അവൾ കാണുന്നത്. അത് കണ്ട ഉടൻ അവർ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ അവളങ്ങ് എടുക്കും. എന്നിട്ട് കങ്ങും ഹിയോങ്ങിന് ഈ ഫോട്ടോ അയച്ച് അവളെ പേടിപ്പിക്കാൻ നോക്കുമ്പോഴാണ് ഹിയോങ്ങും പറയുന്നത്, എനിക്ക് 18 വയസ്സാകാത്തോണ്ട് എനിക്കൊരു പ്രശ്നവും വരത്തില്ല, കൊറിയൻ ടീച്ചറിന് മാത്രമേ പ്രശ്നം വരത്തുള്ളൂ, ഇതുപോലും ആലോചിക്കാതാണോ നീ എന്നെ പേടിപ്പിക്കുന്നത് എന്നിങ്ങനെ അവൾ മെസ്സേജ് ഇടുമ്പോൾ കങ് കുറച്ചു നേരം ആലോചിച്ചിട്ട് കങ് കൊറിയൻ ടീച്ചറിനെ പേടിപ്പിക്കാൻ നോക്കും. അടുത്ത ദിവസം കൊറിയൻ ടീച്ചറിന്റെ ഫോണിലേക്ക് അവൾ ആ ഫോട്ടോ അങ്ങ് അയച്ചു കൊടുക്കും. ഇത് കണ്ട ഉടൻ കൊറിയൻ ടീച്ചർ അങ്ങ് പേടിക്കും. അതിന്റെ കൂടെ തന്നെ കങ് കുറച്ച് കാശും ചോദിക്കും. ഇതെല്ലാം കണ്ട് കൊറിയൻ ടീച്ചർ പേടിച്ചിരിക്കുമ്പോഴാണ് ലേഡി ടീച്ചർ പുറകെ കൂടെ വന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ച് നമ്മുടെ കൊറിയൻ ടീച്ചർ അങ്ങ് പേടിപ്പിക്കും. അന്ന് സ്കൂൾ കഴിഞ്ഞ് നമ്മുടെ ഷിന്നും കങ്ങും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കങ് ചോദിക്കുന്നത്, ഒറ്റയ്ക്ക് വീടെടുക്കാൻ എത്ര പൈസയാകും? കാരണം കൊറിയൻ ടീച്ചറിന്റെ ഇരുന്ന് പൈസ മേടിച്ചിട്ട് വേറെ വീട്ടിലേക്ക് പോകാനാണ് നമ്മുടെ കങ്ങിന്റെ പ്ലാൻ. ഇത് കേട്ട് ഷിന്നും പറയും, ഇപ്പൊ നീ നിന്റെ അങ്കിളുടെ കൂടെ അല്ലേ, നീ വേറെ വീട്ടിലേക്ക് പോകാൻ പോവാണോ? അതിന് കങ്ങും പറയും, എനിക്ക് അവന്റെ കൂടെ ഇരിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് വേറെ ആരും ഇല്ലെങ്കിലും എനിക്ക് അവന്റെ കൂടെ ഇരിക്കണ്ട. ഇത് കേട്ട് ഷിന്നും പറയും, നിനക്ക് അവനെങ്കിലും ഒരു ബന്ധമായിട്ടില്ലേ, എനിക്ക് അതും ഇല്ല. ഇത് കേട്ട് കങ് പറയും, ശരിയാ, നിന്റെ അമ്മ ഒളിച്ചോടിയ ശേഷം നിന്നെ ഇതുവരെ കാണാൻ വന്നിട്ടില്ലല്ലോ, അപ്പൊ അവരെന്തായാലും മരിച്ചു കാണും എന്നിങ്ങനെ പറഞ്ഞിട്ട് കങ് അവിടുന്ന് പോകും. ഇതെല്ലാം കേട്ട് ഷിന്നും വിഷമിച്ച് അന്ന് രാത്രി വേറെ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ഫാമിലീസിനെയും നോക്കി അവളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. അടുത്ത ദിവസം സ്കൂളിൽ നമ്മുടെ കൊറിയൻ ടീച്ചർ ആർക്കും ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഹിയോങ്ങിനെ വിളിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഹിയോങ്ങിനെ ഒറ്റയ്ക്ക് കണ്ട് നിന്നെ ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹിയോങ്ങും അത് കങ് ആണെന്ന് പറയും. എന്നിട്ട് അവളും വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ അവിടുന്ന് എഴുന്നേറ്റ് പോയിട്ട്, എന്നാലും കങ് എങ്ങനെ ഇതറിഞ്ഞ് എന്നിങ്ങനെ അവൾ ആലോചിച്ചോണ്ടിരിക്കും. ഇതേ സമയം കങ് ആണെങ്കിൽ ആ കണ്ണാടി കിട്ടിയോണ്ട് വേറെ കുറെ ടീച്ചർമാരെയും അവള് ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവള് ഇഷ്ടപ്പെട്ട പയ്യനെയും അവളെ പ്രേമിക്കാൻ വെച്ച് ഇപ്പൊ നമ്മുടെ കങ് ഒരു ബുള്ളിയായിട്ട് മാറും. അത് കഴിഞ്ഞ് ഷിന്നു ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് വേറെ 2 ടീച്ചർമാര് അവരുടെ ബന്ധം പുറത്തു വന്നെന്ന് പറഞ്ഞ് അവര് വഴക്കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഷിന്നിന് കങ്ങിന്റെ മുകളിൽ കുറച്ച് ഡൗട്ട് വരും. കാരണം ഷിൻ കങ്ങിന്റെ കണ്ണാടി ഇതിനു മുമ്പ് അവള് വീട്ടിൽ ഇരുന്ന് ഇറങ്ങി പോകുമ്പോ അവള് ശ്രദ്ധിച്ചു കാണും. എന്നിട്ട് നേരെ ബാത്റൂമിൽ ചെന്ന് നമ്മുടെ കങ്ങിന്റെ കണ്ണാടി കണ്ടിട്ട്, നീ ഇതിനുമ്പ് കണ്ണാടി ഇടത്തില്ലായിരുന്നല്ലോ. അതേട്ട് കങ്ങും പറയും, എനിക്ക് കണ്ണിന് ചെറിയ കുഴപ്പമുണ്ട്, അതാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. അതേട്ട് വിശ്വസിക്കാതെ നമ്മുടെ ഷിൻ പറയും, ഈ കണ്ണാടി ഇട്ടാ നിനക്ക് റെഡ് ലൈൻ കാണാമല്ലേ, ഇതേ കണ്ണാടിയാ ആ അപ്പുറത്തെ വീട്ടിലെ ലേഡിയെ കൊല്ലാൻ വന്നവനും ഇട്ടിരുന്നത് എന്നിങ്ങനെ പറയുന്ന കേട്ട് നമ്മുടെ കങ്ങിന് വിശ്വാസം വരത്തില്ല. അപ്പൊ നമ്മുടെ ഷിന്നും ആരുടെ തലയിൽ എത്ര റെഡ് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരുടെ എണ്ണവും പറയുന്ന കേട്ട് നമ്മുടെ കങ്ങും വിശ്വസിക്കും. അപ്പൊ ഷിന്നും പറയും, ഈ കണ്ണാടി കൊണ്ട് നിനക്ക് പ്രശ്നമേ വരത്തുള്ളൂ, ഈ കണ്ണാടി നിനക്ക് വേണ്ട. പക്ഷെ ഇതൊന്നും കേൾക്കാതെ നമ്മുടെ കങ് ആ കണ്ണാടി എടുത്തോണ്ട് അവിടെ നിന്ന് പോകും. പക്ഷെ ഇതെല്ലാം ഇവർ രണ്ടുപേരും അറിയാതെ നമ്മുടെ ബുള്ളി ഹിയോങ് ബാത്റൂമിൽ നിന്ന് ഒളിച്ചു കേട്ടോണ്ടിരിക്കും. അതുകൊണ്ട് അന്ന് രാത്രി കങ്ങും അവളുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടും പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ബുള്ളി ഹിയോങ്ങും അവരെ ഫോളോ ചെയ്തോണ്ട് പോകും. അതേസമയം നമ്മുടെ കങ്ങിനും ഫോണിൽ ഒരു മെസ്സേജ് വരും. നമ്മുടെ കൊറിയൻ ടീച്ചർ ഇപ്പൊ കങ്ങിനെ പൈസ കൊടുക്കാൻ വേണ്ടി സ്കൂളിന്റെ മണ്ടയ്ക്ക് വരാൻ പറയും. അത് കണ്ടിട്ട് കങ്ങും ബാഗ് അവിടെ താഴെ വെച്ചിട്ട് അവളും ബോയ് ഫ്രണ്ടും ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴാണ് ഈ സമയം നോക്കി ബുള്ളി ഹിയോങ് ആ ബാഗിനകത്തിരിക്കുന്ന കണ്ണാടി എടുത്തോണ്ട് അവിടുന്ന് രക്ഷപ്പെടും. തിരിച്ചു വന്ന് നമ്മുടെ കങ് നോക്കുമ്പോ അവിടെ കണ്ണാടി കാണത്തില്ല. ആ ദേഷ്യത്തിൽ കങ് ആണെങ്കിൽ ഷിന്നിനെ വിളിച്ചിട്ട് പറയും, നീയല്ല കണ്ണാടി എടുത്ത് എന്നിങ്ങനെ അവളോട് ചോദിക്കുമ്പോഴാണ് ഷിൻ ഇതൊന്നും മനസ്സിലാകാതെ, നീ എന്തോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാനൊന്നുമല്ല കണ്ണാടി എടുത്ത്, അതിരിക്കട്ടെ നീ ഇപ്പൊ എവിടാ? അതിന് കങ്ങും, ഞാനിപ്പോ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഞാൻ എന്തായാലും പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് അവള് മൊബൈൽ കട്ട് ചെയ്യും. ഇതേ സമയം കണ്ണാടി എടുത്തോണ്ടോ നമ്മുടെ ഹിയോങ് ആണെങ്കിൽ അവളും ആ റെഡ് ലൈൻ എല്ലാം കണ്ട് അവൾക്ക് മനസ്സിലാകും കങ് എങ്ങനെ ഇവളും കൊറിയൻ ടീച്ചറിനും തമ്മിലുള്ള ആ ബന്ധം തിരിച്ചറിഞ്ഞെന്ന്. ഇതേ സമയം നമ്മുടെ ഷിന്നും കങ് സ്കൂളിലേക്ക് എന്തിനാ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഷിന്നും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങും. ഇപ്പൊ കങ്ങും സ്കൂളിന്റെ മണ്ടയിൽ വന്ന് നമ്മുടെ കൊറിയൻ ടീച്ചറിനെ കണ്ടിട്ട് പറയും, കാശെല്ലാം റെഡി ആയില്ലേ? അപ്പൊ കൊറിയൻ ടീച്ചറും പറയും, ഇതെല്ലാം തെറ്റാ മോളെ, നീ ആ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. അതേട്ട് കങ്ങും പറയും, ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തുവാ? അതും അല്ലാതെ എന്നെ ആ ഹിയോങ്ങും അവരുടെ ഗ്രൂപ്പും ബുള്ളി ചെയ്യുമ്പോ നിങ്ങളെല്ലാം വെറുതെ നോക്കിയെന്നല്ലേ, എനിക്ക് എന്തായാലും കാശ് വേണം. ഇതേട്ടും ടീച്ചറും, ഞാൻ ഇനി അങ്ങനെ ചെയ്യാൻ വിടത്തില്ല, എനിക്ക് ഭാര്യയും മക്കളും ഉള്ളയാ, ഞാൻ ജയിലിൽ പോയാ അവരെ ആരും നോക്കാനില്ല എന്നിങ്ങനെ കൊറിയൻ ടീച്ചറും സംസാരിച്ചോണ്ടിരിക്കുമ്പോ അയാളുടെ ഫോണിലേക്ക് ഭാര്യ മെസ്സേജ് അയക്കും. കൊറിയൻ ടീച്ചറും നമ്മുടെ ഹിയോങ്ങും ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ആ ഫോട്ടോ ആയിട്ട്, നീ എന്നെ പറ്റിച്ചല്ലേ എന്നിങ്ങനെ ഭാര്യ മെസ്സേജ് അയക്കുന്നത് കണ്ട് ദേഷ്യത്തിൽ നമ്മുടെ കങ്ങിനോട് ചോദിക്കും, നീ ആദ്യമേ ആ ഫോട്ടോ എന്റെ ഭാര്യ കഴിച്ചല്ലേ? ഇതായിട്ട് നമ്മുടെ കങ്ങിനും ഒന്നും മനസ്സിലാകാതിരിക്കുമ്പോഴാണ് കൊറിയൻ ടീച്ചർ ദേഷ്യത്തിൽ നമ്മുടെ കങ്ങിനെ അവിടുന്ന് പിടിച്ച് തള്ളിയിടുന്നത്. ഇതേ സമയം നമ്മുടെ ഷിന്നും സ്കൂളിനകത്തേക്ക് കയറി വരുമ്പോഴാണ് നമ്മുടെ കങ് താഴെ വീഴുന്നത് അവൾ കാണുന്നത്. ഓടിച്ചെന്ന് കങ്ങിനെ രക്ഷിക്കാൻ നോക്കുന്നെങ്കിലും നമ്മുടെ ഷിന്നിന് അത് കഴിയുന്നില്ല. എന്നിട്ട് അവളും അടുത്തോട്ട് പോയി കങ്ങിനെ നോക്കി കരഞ്ഞോണ്ടിരിക്കും. എന്നാലും ആ ഫോട്ടോ കൊറിയൻ ടീച്ചറിന്റെ ഭാര്യയ്ക്ക് അയച്ചത് ആരാണെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഞെക്കി ഓൾ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം.